വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റായ ഒരു വീഡിയോയാണിത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കും പ്രയോജനപ്പെടും, നിങ്ങളുടെ മക്കൾക്കും പ്രയോജനപ്പെടും. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കും എന്തായാലും ഈ വീഡിയോ പ്രയോജനപ്പെടും. ഇതെന്താണ് വിഷയമെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിൽ അന്ന് സ്കൂൾ ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ സ്കൂൾ ബസ് ഉണ്ട്. ഇപ്പോൾ ഒരു 2-3 ആഴ്ച മുമ്പ് ആ സ്കൂൾ ബസ്സിൽ ആ സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ കഴിഞ്ഞിട്ട് കൊണ്ടുപോയി വിടുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിനി അതിദാരുണമായിട്ട് ആ ബസ് തന്നെ ആ കുട്ടിയുടെ മേൽ കയറി മരണപ്പെട്ടു. അതിൽ ഈ പ്രദേശം മുഴുവൻ ഇപ്പോൾ ദുഃഖത്തിലാണ്. അപ്പോൾ ആ ഒരു സംഭവം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ സംഭവത്തിന് ശേഷം ആ സ്കൂൾ അധികൃതർ അവിടെയുള്ള ആ ബസ്സുകളുടെ ഡ്രൈവർമാരെ വിളിച്ചിട്ട് കുട്ടികൾക്ക് ഒരു പരിശീലന ക്ലാസ് കൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള ഡ്രൈവർമാരെല്ലാം കൂടി കുട്ടികളെയെല്ലാം ഗ്രൗണ്ടിൽ നിരത്തി നിർത്തിയതിന് ശേഷം അവരൊരു പരിശീലന ക്ലാസ് കൊടുത്തു. ബസ്സിൽ എങ്ങനെയാണ് അവർ കയറേണ്ടത്, ഇറങ്ങേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു പരിശീലന ക്ലാസ് കൊടുത്തു. അതിൻ്റെ വീഡിയോയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോയാണിത്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതിനുശേഷം ഇതേപോലെ ഒരു ആക്സിഡൻ്റ് ആയ ഒരു വീഡിയോയും ഞാൻ കാണിക്കാം. അതിൽ എങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് കാണിക്കാം. പക്ഷേ അതിൽ മരണപ്പെടുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, ആ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ആ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ രീതിയിലുള്ള ആക്സിഡൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആർക്കാണോ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമെന്ന് യാതൊരു വിധത്തിലും അറിയാനുള്ള മാർഗമില്ല. മാത്രവുമല്ല, ആ ആക്സിഡൻറ്റ് സംഭവിക്കാൻ പോകുന്ന ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കും ഇങ്ങനൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയുകയേയില്ല. അതാണ് ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ കുട്ടികളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ല, മുതിർന്നവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് നിർബന്ധമായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടികളുള്ളവർ, അതേപോലെ മുതിർന്നവരായാൽ, ഇത് മുതിർന്നവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ മുതിർന്നവർക്ക് സംഭവിച്ചതിൻ്റെ വീഡിയോ അവസാനം കാണിക്കാം. അപ്പോൾ മുതിർന്നവർക്കായാലും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ, അതേപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലേക്കൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഷെയർ ബട്ടണിലൊന്ന് നിങ്ങൾ പ്രസ് ചെയ്താൽ വാട്സപ്പ്, ഫേസ്ബുക്ക് പോലുള്ള മീഡിയകളൊക്കെ നിങ്ങൾക്ക് ഓപ്പണായി അവിടെ കാണിക്കും. അപ്പോൾ അതിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരു ജീവനെയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചാൽ അത് നിങ്ങൾക്കും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ ഈ വീഡിയോ എടുത്ത എനിക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഇത്രയധികം ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആ പരിശീലന ക്ലാസ്സിൻ്റെ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാട്ടോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതിലും പ്രസ് ചെയ്ത് അതിലൊരു ആൾ ഓപ്ഷൻ എന്ന് കാണിക്കും, അതിലും കൂടി പ്രസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ തമ്പനെയിലുകൾ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ആ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൽ പ്രസ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനും സാധിക്കും. അതിനാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ വളരെ പ്രയോജനപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ ലൈക്ക് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്. ഈ സൈഡിലൂടെ ഇവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഡ്രൈവർ ആ കുട്ടിയെ കാണാൻ കഴിയില്ല. അതായത് ഡ്രൈവർ ഒരു കുട്ടിയെ അവർക്കൊരു ഉദാഹരണമായി കാണിച്ചുകൊണ്ട് പറയുകയാണ്, ബസ്സിൽ നിന്ന് ഡോറ് തുറന്ന് ഇറങ്ങുന്ന കുട്ടി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, ആ ബസ്സിൻ്റെ ഡോറിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ആ കുട്ടിയെ ഡ്രൈവർക്ക് കാണാൻ കഴിയില്ല. അതാണ് ഒരു വിഷയം. ഇനി ബാക്കി കേൾക്കാം. അതിനുശേഷം ഈ കുട്ടി ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ബസ്സിന്റെ മുന്നിലൂടെ കയറി ഇവിടെ എത്തി ഈ ഭാഗത്ത് നിന്ന് ക്രോസ് ചെയ്യുമ്പോഴും അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് ഇതിനെ കാണാൻ പറ്റില്ല.
അപ്പോൾ ഡ്രൈവർ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഈ ഡ്രൈവർക്ക് ഞാൻ പ്രത്യേകം എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇത് പറയുന്നത് വഴി ഒരുപാട് പേർക്ക് ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി അവിടെ നിന്ന് നേരെ ബസ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് കേട്ടോ. കാരണം കുട്ടികളെ ഇറക്കിയതിന് ശേഷം അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആവുമല്ലോ നിൽക്കുക. കുട്ടികളെ ഇറങ്ങി ഡോർ അടച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കും. ആ സമയത്ത് ഈ കുട്ടി ഇപ്പോൾ ഇവിടെ അപകടം സംഭവിച്ച കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡ്രൈവർ പറയുന്ന പോലെ അങ്ങനെ വന്നിട്ട് ആ കുട്ടിക്ക് റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ ബാക്ക് ഈ ബസ് പോയതിന് ശേഷം റോഡ് ക്രോസ് ചെയ്തിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. ഈ കുട്ടി എന്ത് ചെയ്തു, ഈ ബസ് നിൽക്കുകയല്ലേ പറഞ്ഞിട്ട് ആ ഡോറിൻ്റെ അവിടുന്ന് നേരെ മുന്നോട്ട് വന്നിട്ട് ഈ വണ്ടിയുടെ മുന്നിൽ വന്നു. കാരണം കുട്ടിയുടെ അറിവിൽ ആ ബസ് സ്റ്റാർട്ടിങ്ങിലാണ്, റണ്ണിങ് അല്ല, മൂവ് ആകുന്നില്ല. അതുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പോയിട്ട് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ എന്താ സംഭവിച്ചത്, ആ കുട്ടി ഇവിടെ എത്തിയപ്പോൾ കുട്ടിക്കും അറിയില്ല ഇങ്ങനെ ഡ്രൈവർ ഇപ്പോൾ വണ്ടി എടുക്കും എന്നുള്ളത്, ഡ്രൈവർക്ക് അവിടെ മുന്നിലൊരു കുട്ടി ഉള്ളതും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടി അവിടെ എത്തിയെന്ന് തന്നെ വണ്ടി അങ്ങോട്ട് എടുത്തു. വണ്ടി അങ്ങനെ ഇതിൻ്റെ മുന്നിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ, വണ്ടി അങ്ങനെ എടുക്കുമ്പോൾ നമ്മളെ ഒരാൾ വണ്ടി മൂവ് ആവുമല്ലേ, അപ്പോൾ നമ്മളവിടെ നിൽക്കില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് തള്ളിയ പോലത്തെ ഒരു അവസ്ഥയാണ് വരിക. അപ്പോൾ തള്ളുമ്പോൾ എന്താവും, നമ്മൾ പെട്ടെന്ന് ഒരു ഇതിൽ അങ്ങോട്ട് തള്ളുമ്പോൾ നമ്മളങ്ങനെ വീണിട്ട് എഴുന്നേക്കാനുള്ള സമയമുണ്ടോ, ഇല്ല. കാരണം വണ്ടി മൂവിങ് ആണ്. അങ്ങനെ ആ ടയർ കയറും. ഇതാണ് സംഭവിച്ചത്. വളരെ ദാരുണമായൊരു സംഭവമാണ്. ബാക്കി എന്താണ് ഡ്രൈവർ പറയുന്നത് ശ്രദ്ധിക്കൂ. ഇതിനാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാ. അപ്പോ ഇതുവഴി ഇങ്ങനെ പോകുന്ന കുട്ടീനെ ഒരു കാരണവശാൽ ആര് കാണുന്നില്ല, ഡ്രൈവർ കാണുന്നില്ല. അപ്പോ ഒരു ബസിന്റെ മുന്നിലൂടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നിങ്ങൾ ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത്. മിനിഞ്ഞാന്നുണ്ടായ അപകടത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലുതാണ്. ഡ്രൈവർ കണ്ടില്ല, കുട്ടീനെ ബസ് ഇടിച്ചിടുകയും അതിന്റെ ഫ്രണ്ട് ടയർ കയറി ആ കുട്ടിയുടെ മുകളിൽ കൂടെ കയറി. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് ബാക്ക് ടയറും ആ കുട്ടിയുടെ മേലെ കൂടെ കയറിയിട്ടാണ് ബസ്സിലെ ഡ്രൈവർ അറിയുന്നത്. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ആ വണ്ടി ആ കുട്ടിയുടെ മേലെ ഇടിച്ചത് ഡ്രൈവർ അറിയാതെ ഫ്രണ്ട് ടയർ കുട്ടിയുടെ മേലെ കയറി. അപ്പം തന്നെ കുട്ടി സ്പോട്ട് ഇതായി. എന്നിട്ട് ബാക്ക് അപ്പം അങ്ങനെ കയറുമ്പോൾ വല്ല കല്ലെങ്ങാനുമാണ് കയറിയതെന്നല്ലേ ഡ്രൈവർ വിചാരിക്കുള്ളൂ. കുട്ടിയാണെന്ന് അറിയില്ലല്ലോ അദ്ദേഹത്തിന്. അപ്പോൾ ആ കുട്ടിക്കും അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. എന്നിട്ട് ബാക്ക് ടയറും കയറിയിട്ടാണ് അദ്ദേഹം അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ, ഇല്ല. പിന്നെ ഈ കുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ, തെറ്റുണ്ട്. പക്ഷേ അറിയാതെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ആകെ വരുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയില്ല ഇങ്ങനെ ഒരു സംഭവം എന്നുള്ളതാണ്. ഡ്രൈവർ നമ്മളെ കാണുന്നുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അത് തെറ്റായ വിശ്വാസമാണ്. ഈ വീഡിയോ എന്തായാലും നിങ്ങളുടെ കുട്ടിക്ക് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ അവരും ഈ കാര്യത്തിൽ ബോധവാന്മാരാകട്ടെ. അതേപോലെ മുതിർന്നവരും തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കിയിരിക്കണം. മുതിർന്നവർക്ക് കുറേ ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത് ടെക്സ്റ്റ് ബുക്കിലോ മറ്റു കാര്യങ്ങളിലോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമല്ല. അതായത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക്, ആ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ഈ ദൂരത്ത് നിന്നാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇവർക്ക് അങ്ങോട്ടുള്ള ഇത്രയും ദൂരത്തിന് പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട്. അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞത് കേട്ടില്ലേ, ഇങ്ങനെ ഉള്ള ആ ഒരു സ്ഥലപരിധിക്ക് പറയുന്ന പേര് ബ്ലൈൻഡ് സ്പോട്ടാണ്. ഇത് നിങ്ങൾക്ക് ഒരു പാഠപുസ്തകത്തിലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇവർ ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഡ്രൈവർ ആ ബസ്സിൽ നിന്ന് എത്ര ദൂരത്തിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ, അത്ര ദൂരത്തിൽ എത്തുമ്പോഴേ ഡ്രൈവർക്ക് കുട്ടികളെ കാണാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. അതേസമയം മുതിർന്നവരാണെങ്കിൽ ഒന്നുകൂടി ഹൈറ്റ് ഉണ്ടല്ലോ, അവർ കുറച്ചുകൂടി അടുത്ത് നിന്നാലും ഡ്രൈവർക്ക് കാണാം. പക്ഷെ വളരെ ബസ്സിൻ്റെ അടുത്താണെങ്കിൽ ഡ്രൈവർക്ക് കാണാൻ പറ്റില്ല. അത് നിങ്ങൾ ആ മറ്റേ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സമയത്ത് ഇതുപോലെ ഒരു ബസ് നിർത്തിയിട്ടിട്ട് അതിന്റെ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബസ് പോയ ശേഷം മാത്രം ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയ ശേഷം മാത്രമേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, കുട്ടികളോടാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. ഈ വീഡിയോ കാണുന്നവർ ബസ്, നിങ്ങളുടെ സ്കൂൾ ബസ് ആകണമെന്നില്ല. നിങ്ങൾ പ്രൈവറ്റ് ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലും റേസിങ്ങിൽ നിൽക്കുന്ന, സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന വണ്ടിയുടെ മുന്നിൽ കൂടെ ഒരു കാരണവശാലും നിങ്ങൾ ക്രോസ് ചെയ്യരുത്. കാരണം പെട്ടെന്ന് വണ്ടി ഡ്രൈവർ എടുത്തു കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ പണി. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ബസ് പോയതിന് ശേഷം നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ബ്ലൈൻഡ് സ്പോട്ടിലൂടെ സംഭവിച്ച ഒരു ആക്സിഡൻറ്റിൻ്റെ ഒരു ദൃശ്യം ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. കണ്ടില്ലേ, ഒരു ബസ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നുണ്ട്.
ഒരു സ്ത്രീ ഒരു കുട്ടീനെയും പിടിച്ചുകൊണ്ട് ഇപ്പോൾ റോഡിൻ്റെ നടുവിലെത്തി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ കാണാം. അപ്പോൾ ആ സ്ത്രീ വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ബസ്സിൻ്റെ അവിടേക്ക് വരുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, ആ സ്ത്രീ ഇപ്പോൾ ബസ്സിൻ്റെ ആ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. ഇപ്പോൾ ഈ സ്ത്രീക്കും ആ വണ്ടി എടുക്കുന്നുള്ള ധാരണയില്ല, ഡ്രൈവർക്ക് അവിടെ ഒരാൾ നിൽക്കുന്നത് കാണുന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇതാണ് ബ്ലൈൻഡ് സ്പോട്ട് ആക്സിഡൻറ്റ്. ആ സ്ത്രീയുടെ കയ്യിലുള്ള കുട്ടി അപ്പം തന്നെ തെറിച്ചു വീണു, ആ സ്ത്രീയും വീണു. പിന്നെ ഞാൻ ബാക്കി ആ വീഡിയോയിൽ കണ്ടത് ആ സ്ത്രീയുടെ മേലെ വണ്ടി കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന വലിയൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നിങ്ങളും ഈ കാര്യത്തിൽ ബോധവാന്മാരായിരിക്കുക. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവരെയും ബോധവാന്മാരാക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളെല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.